ശ്രീഹരിക്കോട്ടയിലെ 101ാമത്തെ വിക്ഷേപണ ദൗത്യമായ EOS-9 വിക്ഷേപണം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിർണായക സുപ്രധാന വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഇന്ത്യ ഏറെ അഭിമാനത്തോടെ കണ്ടിരുന്ന ദൗത്യമായിരുന്നു. ആദ്യത്തെ 2 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുന്നു. KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എന്താണ് സംഭവിച്ചത്? ഈ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം ISRO ചെയർമാൻ V നാരായണൻ തന്നെ ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും വീണ്ടും തിരിച്ചു വരും എന്നുള്ള ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നത്. ആദ്യ 2 ഘട്ടങ്ങളും കൃത്യമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 3ാം ഘട്ടത്തിലാണ് എന്തോ പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ ഗ്രാഫ് കാണുന്നതനുസരിച്ച് പ്രതീക്ഷിച്ച പോലെയല്ല ഈ റോക്കറ്റിന്റെ ഗതിവേഗം എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വരും മണിക്കൂറുകളിൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കാൻ ആവുള്ളൂ. ഏതായാലും മിഷൻ പൂർത്തീകരിക്കാനായില്ല. 2ാം ഘട്ടം വരെ യാതൊരു പ്രശ്നവും വന്നില്ല. 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തോ സാങ്കേതിക തകരാർ കണ്ടെത്തി എന്നുള്ളതാണ് ISRO വൃത്തങ്ങൾ പറയുന്നത്. അതായത് PSLV C-61ന്റെ 63ാം ലോഞ്ച് വിക്ഷേപണം അത് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ISRO ഇപ്പോൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി എന്താണ് സാങ്കേതിക തകരാർ എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ ISRO ചെയർമാൻ V നാരായണന്റെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത്. ഏതായാലും ആ സാങ്കേതിക തകരാർ എന്താണ്, മിഷൻ അക്കംപ്ലീഷ്ഡ് എന്നാണ് ISRO ചെയർമാൻ പറഞ്ഞത്. ആ സാങ്കേതിക തകരാർ എന്താണ് എന്നുള്ളത് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ദൗത്യം നമ്മൾ ഏറെ അഭിമാനത്തോടെ കണ്ടിരുന്ന ഈ ദൗത്യം ഏതായാലും താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും എന്ന് തന്നെയാണ് ISRO ചെയർമാൻ V നാരായണൻ അറിയിച്ചിരിക്കുന്നത്. 101ാം വിക്ഷേപണം ISROയെ സംബന്ധിച്ച് ഇപ്പോൾ നിരാശയോടുകൂടി മാത്രമേ ഇപ്പോൾ അത് മുന്നോട്ട് പോയിരിക്കുന്നു. ഏതായാലും ഒരുപക്ഷെ ഈ ദൗത്യം പരാജയത്തിലേക്ക് എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യ 2 ഘട്ടങ്ങളും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നോർമൽ ആയിരുന്നു, പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു ലോഞ്ച് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇത് 2ാം ഘട്ടവും കൃത്യമായി പൂർത്തീകരിച്ചു. 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ സാങ്കേതിക തകരാർ കണ്ടെത്തിയത്. അതെന്താണെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഇനിയും വരേണ്ടിയിരിക്കുന്നു.